അത് ഇദ്ദേഹത്തിന്റെ പുത്രനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പുത്രനും സഹോദരന്മാരും വാപ്പി ആരിഫുകളായ വലിയമാരും മഹാത്മാക്കളും വലിയ വലിയ ഗ്രന്ഥകർത്താക്കളും ഇന്നും വൈജ്ഞാനികമായും ഇൽമീ രംഗത്തും വാഴ്ത്തപ്പെടുന്നവരും ഓർക്കപ്പെടുന്നവരുമാണെന്ന് വന്നാൽ അവരെ കുറിച്ച് മനസ്സിലാക്കാം. ഈ കവിത വന്നത് നമ്മുടെ മലബാറിലെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം മഅ്ബരി അവർകൾ വബായും കോളറയും നമ്മുടെ നാടിൽ, അതായത് മലബാറിൽ വ്യാപകമായപ്പോൾ ആ വബായിൽ നിന്നും കോളറിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി വീടുകളിൽ വെച്ചോതാൻ സാധാരണമായ ചികിത്സകളൊക്കെയും ഫലപ്പെടാത്ത ഒരു സമയം. ഇന്നത്തെ കാലത്ത് ആശുപത്രികൾ വ്യാപകമല്ല അന്ന്. ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പലരും കുറ്റം പറയാറുണ്ട്. ഇന്നത്തെ രീതിയിലുള്ള ചികിത്സയും പുരോഗമിച്ചിട്ടില്ല. ആ ചികിത്സ പുരോഗമിക്കാതെ അങ്ങനെ നിൽക്കുന്ന ആ കാലം ബഹുമാനപ്പെട്ട മൗലിദുകൾ കൊണ്ടും മഹാത്മാക്കൾ ദിക്റുകൾ കൊണ്ടും അതുപോലുള്ള കാവ്യങ്ങൾ കൊണ്ടും കവിതകൾ കൊണ്ടുമൊക്കെയാണ് ആത്മീയമായിട്ട് ചികിത്സിക്കാറ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദും വന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ചിലരിങ്ങനെ ആക്ഷേപിക്കും, നബീസത്തുമാരും ചൊല്ലി പ്രസവിപ്പിച്ചു, മൗലൂദ് ഓതിയിട്ട് അങ്ങനെ കുത്തിരുന്നൊക്കെ. അത് നമുക്ക് മാത്രമല്ല അന്ന്, നമുക്ക് മാത്രമുള്ള നിലയല്ല അന്ന്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ലോകത്തന്ന് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാ മതക്കാരും ഇങ്ങനെ ചികിത്സ ഇല്ലാത്ത കാലാണെന്ന്. ചികിത്സ ഇല്ലാത്തതിന് നമ്മളെ കുറ്റം പറയേണ്ട കാര്യം? എല്ലാ ചികിത്സയും വെടിഞ്ഞിട്ട് ചികിത്സക്കൊന്നും പോകാതിരിക്കുന്ന അല്ല നമ്മുടെ നാട്ടില്. ചികിത്സിക്കുമ്പോ ചികിത്സിക്കാൻ അന്നത്തെ നാട്ടിലെ സംവിധാനം നാടുവൈദ്യന്മാരാണ്. നാടി പിടിച്ചു നോക്കണ നാട്ടുവൈദ്യന്മാർ നല്ല പ്രഗത്ഭരായിട്ടുള്ളവർ നാടൻ മരുന്നാ കൊടുക്കും. ഇംഗ്ലീഷ് മരുന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് കാലം എത്രയേ ആയുള്ളൂ. അപ്പൊ ആ കാലത്ത് വ്യാപകമായിട്ടില്ലാത്ത ചികിത്സകളുടെ കാലത്ത് എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ തന്നെ ചികിത്സ ഏത് സമൂഹത്തിലുണ്ട് ഇങ്ങനെ. അതിനെ പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞിട്ട് അവിടെ നിന്ന് ചികിത്സയിലേക്ക് വന്നത് നോക്കിയപ്പോ ആകെ ഇംഗ്ലീഷ് ചികിത്സ എന്ന് പറയുന്നത് തന്നെ വഹാബിയോട് കൊണ്ടുവന്ന മാതിരി. അപ്പോ ആകെ ഇവിടെ നാട്ടിൽ ഇംഗ്ലീഷ് ചികിത്സ എന്ന ആ സംഗതി, ആ വൈദ്യശാസ്ത്രം തന്നെ കൊണ്ടുവന്നത് വഹാബിയോട് കൊണ്ടുവന്നു. നാട്ടില് വ്യാപകമാകുമ്പോഴല്ലേ മനുഷ്യരെ ചികിത്സിച്ചു. എന്നിട്ട് ഇപ്പൊ എന്താ വന്നത്? എന്തെല്ലാം ചികിത്സ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു വിവാഹം നടക്കുകയാണ്. എല്ലാ പ്രസവിക്കേണ്ട പെണ്ണുകൾക്കും സിസേറിയൻ മൂലം മാത്രം പ്രസവിപ്പിച്ചതിന് ആശുപത്രിയിലെ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ ഇപ്പൊ നടന്നാണ്. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരെ മുഴുവൻ സസ്പെൻഡ്. ഈ 2 ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇത് കേട്ടപ്പോ വേറൊരു ജില്ലാ ആശുപത്രിയിൽ ഇതന്നെ കേസ്. എന്തിനു കാരണോ? 2 ദിവസം ലീവുള്ള ദിവസം വരുന്നുണ്ട്. അതിന്റെ അപ്പുറം കുറച്ചും കൂടി ലീവ് എടുക്കാൻ വേണ്ടിയിട്ട്, ആകെ ലീവല്ലേ നമുക്ക് വേണ്ടുള്ളൂ, കുറച്ചുകൂടി ദിവസം ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗർഭിണികളായ പെണ്ണുങ്ങൾക്ക് മുഴുവൻ സിസേറിയൻ വിധിച്ചിട്ട് പ്രസവിപ്പിക്കാതെ ഒറ്റൊന്നിനെ പ്രസവിക്കാൻ കാത്തു നിർത്താതെ ഒക്കെ സിസേറിയൻ. അങ്ങനെ നടത്തിയത് കരുതിക്കൂട്ടി ഡോക്ടർമാർ ചെയ്ത അബദ്ധമാണ് എന്ന് തെളിഞ്ഞപ്പോ ആ ഡോക്ടർമാരെ കേരള ഗവൺമെന്റിൽ പ്രത്യേകമായി ആരോഗ്യമന്ത്രി ഇറങ്ങി നിർദ്ദേശം നൽകിയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുക. സസ്പെൻഡ് അല്ല, പുറത്താക്കാനാ പറഞ്ഞിരുന്നത്. പക്ഷെ എന്തോ ഉദ്യോഗസ്ഥന്മാർ കളിച്ചിട്ട് സസ്പെൻഡിൽ നിർത്തിയിരിക്കുകയാണെന്നാ പറയുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഇതാണ് നമ്മളെ ചികിത്സ. നമ്മൾ ചികിത്സിച്ച് ചികിത്സാ കേന്ദ്രങ്ങൾ ചൂഷണ കേന്ദ്രങ്ങളായി മാത്രം വളരുകയല്ലേ നമ്മുടെ നാടുകളിലൊക്കെ. എന്തെങ്കിലും ഒരു ചെറിയ പനിയോ തലവേദനയോ സ്വാഭാവിക രീതിയിൽ വന്നാൽ അതിന് സാധാരണമായ ചികിത്സ ചെയ്യാൻ നിൽക്കാതെ ഡോക്ടർമാർ പണമുണ്ടാക്കാൻ എന്തൊക്കെ നിർദ്ദേശിക്കുന്നുവോ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയി എല്ലാ അബദ്ധത്തിലും ചാടുന്ന ഈ ചാട്ടം പണ്ടത്തെ കാലത്ത് ഇല്ലാത്തതിനാണോ അവരെ കുറ്റപ്പെടുത്തേണ്ടത്? അങ്ങനെയുള്ള മഹാത്മാക്കള് ആത്മീയമായ ചില ചികിത്സകൾ നിർദ്ദേശിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് മങ്കൂസ് മൗലിദ്. മങ്കൂസ് മൗലിദിന്റെ പ്രാർത്ഥനയിൽ തന്നെ അത് കാണാം. ഇതേ രീതിയിൽ കായൽപട്ടണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ പ്രദേശങ്ങളിൽ കോളറയും വസൂരി പോലുള്ള രോഗങ്ങളും വ്യാപകമായി വന്നപ്പോ ആ വ്യാപകമായ കോളറയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒന്നായിട്ട് മരിക്കുക ചെയ്യാം. കൂട്ടമരണങ്ങൾ, അതിന്റെ പ്ലേഗ് ഇപ്പോഴും ഉണ്ട്. ത്വാഴു എന്ന് പറയുന്നത് വബ എന്ന അതിസാരം അതൊക്കെ എപ്പോഴും വരാ. ഏതെങ്കിലും ഒരു വിഷജലം കുടിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ ഛർദ്യാതിസാരമായിട്ടോ വയറ്റുന്ന പോക്കായിട്ടോ അതിസാരം വരാ. ഈ വബ എന്ന അതിസാരം വന്നാൽ അങ്ങനെ മരിച്ചു വീഴും ആളുകൾ. ത്വാഴവും വന്നാൽ അതിലപ്പുറം മരിച്ചു വീഴും ആളുകൾ. ഇങ്ങനെയുള്ള ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും
ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. നമ്മുടെ നാടുകളിൽ ബദറുൽ ബാണ ചൊല്ലിയിട്ടും ബദറിലെ പാട്ട് ചൊല്ലിയിട്ടുമൊക്കെ പ്രാർത്ഥന വന്നത് അന്നത്തെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വ്യാപകമായ മാരക രോഗങ്ങളെ പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ്. അതിനുള്ള കണ്ട ഔഷധമായിരുന്നു മഹാത്മാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട്, മഹാത്മാക്കളെ ഓർത്തുകൊണ്ട് പിശാചിനെ അവിടെ നിന്ന് ദൂരീകരിക്കുക. ത്വാഊൻ എന്ന രോഗം പിശാചിൽ നിന്ന് വരുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇത്തരം മാറാരോഗം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പോക്കാനുള്ള ചികിത്സ ഔലിയാക്കളെയും ഔലിയാക്കളെ സ്നേഹിക്കുന്ന മലക്കുകളെയും നമ്മളെ സദസ്സിലും നാട്ടിലും പ്രതിഷ്ഠിക്കുക. അത് പ്രതിഷ്ഠിക്കുന്ന ഇടപാടാണ്. അവരെ പ്രകീർത്തിക്കുക, അവരുമായി ബന്ധപ്പെട്ട് സ്തുതികീർത്തനങ്ങൾ നടത്തുക, എന്നിട്ട് അവരുടെ ആത്മീയ ബന്ധമുണ്ടാക്കുക. അവർ പിശാചിനെയും ജിന്നുകളെയും നമുക്ക് രോഗമുണ്ടാക്കുന്ന ദുർഗ്രഹമായിട്ടുള്ള നമ്മുടെ കണ്ണിൽപ്പെടാത്ത കാഴ്ചയിൽപ്പെടാത്ത രോഗാണുക്കളെ പറ്റി അറിയാത്ത, അതുപോലെ ഡോക്ടർമാർക്ക് നിരീക്ഷിച്ചിട്ടും പരിശോധിച്ചിട്ടും മനസ്സിലാകാത്ത രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇന്നും ഇതന്നെ പലുള്ളൂ പ്രാർത്ഥന. അത് നമ്മൾ ഡോക്ടർമാരെ പറയാം അവസാനത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തോട് പറയും, ഞങ്ങളെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നോക്കാന്നേ ഉള്ളൂ. തലക്കേ നോക്കിയിരുന്നവരായിവർ. അങ്ങനെ വന്നതാണ് കുത്തുബിയത്ത് എന്ന് വന്നാൽ. അപ്പൊ കുത്തുബിയത്ത് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത്തരം മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാനും ശൈഖ് തങ്ങൾ അവറുകളെ കൊണ്ട് ഇടതേടുകയും ശൈഖ് തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ശൈഖ് തങ്ങളുമായി ബന്ധമുള്ള ജിന്നിന്റെ ലോകത്തും മനുഷ്യ ലോകത്തും മലക്കുകളുടെ ലോകത്തുമുള്ള എല്ലാ മഹാത്മാക്കളെയും ബഹുമാനപ്പെട്ടവരെയും സഹായത്തിന് വിളിക്കുകയും സഹായത്തിന് അപേക്ഷിക്കുകയും അവരുമായി ബന്ധപ്പെട്ട പ്രകീർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതോടെയാണ് കുത്തുബിയത്ത് എന്നത് നാട്ടിൽ വ്യാപകമായത്. ഇത് പിന്നെ ഖാദിരി ത്വരീഖത്ത് നമ്മുടെ നാടുകളിൽ വ്യാപകമായി. ഖാദിരി ത്വരീഖത്ത് തന്നെ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവരുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടും അവരുടെ വിധാനത്തിലേക്കും അവർ പഠിപ്പിച്ച ആധ്യാത്മിക ആശയങ്ങളിലേക്കും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് വഴി നടത്തി വരുന്ന ഒരു പാത. ഈ പാത നമ്മുടെ നാടിൽ അത്തരം ത്വരീഖത്തുകൾ ധാരാളമായി വ്യാപകമായപ്പോൾ ജനകീയമായി ഏറ്റവും പ്രചാരം നേടിയിട്ടുള്ള ത്വരീഖത്ത് ഖാദിരി ത്വരീഖത്താണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം അങ്ങനെയാണ്, ആളുകൾക്ക് കൂടാൻ എളുപ്പമുള്ളതാണ്. കാരണം വലിയ ദുർഗ്രഹമായ ദിക്റുകളില്ല, കൂടുതൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഖാദിരി ത്വരീഖത്ത് അറിയുമ്പോഴേക്ക് വേഗം പോവുകയാണ്. ആ ത്വരീഖത്ത് വ്യാപകമായപ്പോ അതിന്റെ മഹാത്മാക്കളായ ഗുരുമഹത്തുക്കളും ഗുരുവര്യന്മാരുമാണ് നമ്മുടെ നാടുകളിൽ പിന്നെ കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കാനും കുത്തുബിയത്ത് ചൊല്ലാൻ വേണ്ടി ഉപദേശിക്കാനും തുടങ്ങിയത്. അവരിലൂടെയാണ് നമ്മുടെ നാട്ടിൽ വന്നത്. ആ കുത്തുബിയത്ത് ഫലപ്രദമായി നടത്തുവാൻ ആളുകൾക്ക് പറ്റുന്ന രീതിയിൽ ആ കുത്തുബിയത്ത് ശരിക്കും ഒരു ഇഷ്ട സദസ്സായി നടത്തുവാൻ പ്രേരകമാകും വിധം കുത്തുബിയത്ത് എന്ന ഈ ഖസീദയോടൊപ്പം ഫാത്തിഹ ഓതാനും പ്രത്യേകം ദുആ ചെയ്യാനും പ്രത്യേകം ചില ദിക്റുകൾ നടത്താനും പ്രത്യേകം ചില ആചാരങ്ങൾ നടത്താനും ഒക്കെ ഉപദേശിക്കുക ഖാദിരി ത്വരീഖത്തിലുള്ള മശായിഖുമാരുടെ രീതിയാണ്. ആ രീതി അനുസരിച്ച് അവർ ഉപദേശിക്കും. പലരും പല രീതിയിൽ ഉപദേശിക്കും. ഇതിൽപ്പെട്ട ഒന്ന് നമ്മുടെ മലബാറിൽ പ്രത്യേകമായി കുത്തുബിയത്ത് എന്ന ഈ ഖസീദ അതെല്ലാം മനസ്സിലാക്കാം. കുത്തുബിയത്ത് എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുന്ന ഖസീദക്കാണ്. يا وارث الله حث السير مسرعة في حل عقدتنا يا وارث الله എന്ന് തുടങ്ങുന്ന ബഹുമാനപ്പെട്ട കവിതയുണ്ട്. ശൈഖ് തങ്ങൾ അവരുടെ കവിതയാണ്. വഖത്ത് അഹാതത് ബിനാ ഫീ കുല്ലി നായിബതി വഅദ്ലമത് ജുലലൻ വൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ഹുമ്മ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ഹുമ്മ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ മാ കാന യുൽഹിമുനാ അൽഹംദുലില്ലാഹി എന്നിങ്ങനെയുള്ള നല്ല നീണ്ട കാവ്യമുണ്ട് ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവർക്ക്. ആ ശൈഖ് തങ്ങൾ അവരുടെ ആ നീണ്ട കാവ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 വരികൾ തലക്ക് ചേർത്തുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ഖസീദയാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്നിവർ ഉണ്ടാക്കിയ കുത്തുബിയത്ത്. ഈ ഖസീദക്കാണ് ഖസീദ കുത്തുബിയ എന്ന് പറയുക. ഇതിന്റെ കൂടെ ഏടുകളിൽ പ്രചാരപ്പെട്ടുകൊണ്ട് പലതും വരുന്നുണ്ട്.
മലബാറിൽ നിന്ന് അച്ചടിക്കപ്പെട്ടത് മലബാറിൽ പ്രചാരണപ്പെട്ട ശൈഖുമാരിൽ നിന്ന് വന്ന ഏടുകളാണ്. ആ ശൈഖുമാരിൽ വളരെ പ്രധാനപ്പെട്ടയാളും വഅള് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വളരെ ആകർഷിച്ചിരുന്ന ഒരു ജനകീയനായ പണ്ഡിതനും ത്വരീഖത്തിന്റെ ശൈഖുമായിരുന്നു കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാൻ. മഹ്ദൂമി പാരമ്പര്യമുള്ള മഹ്ദൂം തങ്ങളുടെ 8ാം തലമുറയിലെ പൗത്രനാണ് നമ്മളെ മഹ്ദൂമിന്റെ. ഏത്? ഫതുഹുൽ മുഈന്റെ രചയിതാവ്. ഫതുഹുൽ മുഈന്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം സ്വഗീർ എന്ന മഹാനായ പണ്ഡിതന്റെ 8ാം തലമുറയിലെ പൗത്രൻ. അതായത് ഈ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന ആ മുസ്ലിയാരുടെ 7ാമത്തെ പിതാമഹനാണ്, ജദ്ദാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂർ സ്വാഹിബ് ഫതുഹുൽ മുഈൻ. ഫതുഹുൽ മുഈന്റെ സ്വാഹിബ് കർത്താവ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ 8ാം തലമുറയിലെ പൗത്രൻ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ് നമ്മുടെ കുതുബിയത്ത് നാട്ടിൽ പ്രചാരപ്പെട്ട ഏട്ടിൽ കാണുന്ന ആ രീതിയിലെ ആമുഖവും അതിന്റെ ഖാത്തിമ അനുബന്ധവും ഒക്കെ ചേർത്തത്. അപ്പൊ ആമുഖവും അനുബന്ധവുമായി നമ്മൾ ഇന്ന് നടത്തിവരുന്ന കുതുബിയത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും കാണുന്ന പ്രാർത്ഥനാ ഫാത്തിഹകൾ, ഈ തരത്തിലുള്ളവകളൊക്കെ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ എന്ന മഹാന്റേത്. അദ്ദേഹം ചെറിയ ആളൊന്നുമല്ല, ചരിത്രത്തിൽ ഇല്ലാത്ത ആളുമല്ല. ഞാനീ പറഞ്ഞ പോലെ സൈനുദ്ദീൻ മഖ്ദൂം സഗീർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആഖിർ സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേര്, അദ്ദേഹത്തോടു കൂടെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ പിന്നെ ഒരാൾ അറിയപ്പെടുന്നുമില്ലാനോ. ആഖിർ എന്ന് പേരച്ചമായി തന്നെ മൂപ്പര് തോന്നുന്നുണ്ട്. ഇങ്ങൊരാൾക്ക് മഖ്ദൂമിങ്ങളിൽ സൈനുദ്ദീൻ എന്ന് വരാലോ. മഖ്ദൂം പക്ഷെ ഇതുവരെ ആയിട്ടില്ല. സൈനുദ്ദീൻ മഖ്ദൂം അഖീർ എന്ന അദ്ദേഹത്തെ അതുകൊണ്ട് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. ഈ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ആളും ചെറുതല്ല. പലരും ഒക്കെ അതിന്റെ ആമുഖം ഷൗക്കത്തുള്ളാഹിന്റെ അല്ലല്ലോ, അപ്പൊ അതിൽ കുറെ മോശം നമുക്ക് പറയാറുണ്ട്. ഇതാണ് മനസ്സിലാക്കാഞ്ഞിട്ടാണ്. ആളാരാന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ആളെ തിരിഞ്ഞനുസരിച്ചല്ല മനസ്സിലാക്കുക. ആളെ കൊണ്ടാ നമുക്ക് നമ്മളെ മനസ്സിൽ ബോധ്യം വരുള്ളൂ. അപ്പൊ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറയുന്ന ആള് വലിയ വായിലാണ്. തലശ്ശേരിക്കടുത്ത ഉളിയിൽ എന്ന സ്ഥലം, അതായത് മട്ടന്നൂരിനടുത്ത ഉളിയിൽ എന്ന സ്ഥലത്താണ് മഹാനവറുകൾ മറവിട്ട് കിടക്കുന്നത്. അവിടെ വയലു പറയാൻ വന്നപ്പോ അവിടെ വയലു കഴിഞ്ഞ് അവിടെ വഫാത്തായത്. വഫാത്തായപ്പോ അവിടെ തന്നെ അടക്കപ്പെട്ടത്. അന്ന് നമ്മളെ നാട്ടിലെ മാതിരി അങ്ങനെ കൊണ്ടേക്കൊണ്ട് നടക്കുമല്ലോ. അപ്പൊ ഉളിയിൽ വന്ന് വയലു പറഞ്ഞു, ഉളിയിൽ തന്നെ വഫാത്തായി. ഉളിയിൽ നിന്ന് വന്ന പ്രദേശത്ത് തന്നെ അടക്കപ്പെട്ട മഹാനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. അദ്ദേഹവും മൂലന്മാരുടെ ഇടയിൽ വളരെ അറിയപ്പെട്ട ആളാ, ചെറിയ ആളൊന്നും അല്ല. വെളിയങ്കോട് ഉമർ ഖാദി എന്ന മഹാനായ പണ്ഡിതന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൽ നിന്ന് മാത്രം ഫിഖ്ഹൊക്കെ കാര്യമായി പഠിച്ച പ്രഗത്ഭനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനുമായിരുന്നു. ത്വരീഖത്തും ആധ്യാത്മിക വിജ്ഞാനവും ഉള്ള മഹാപണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി. എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ച കവിത അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരുടെ ഹദറത്തിൽ പോയി പറഞ്ഞപ്പോഴേക്ക് എല്ലാവരുടെയും മുമ്പിൽ അടഞ്ഞു കടന്നിരുന്ന ഹുജറ ഷരീഫയുടെ വാതിലുകൾ തനിക്ക് വേണ്ടി ആരും തുറക്കാതെ തന്നെ തുറക്കപ്പെട്ടു എന്ന് എല്ലാ ചരിത്രകാരന്മാരും വാഴ്ത്തുകയും പരമ്പരാഗതമായി നമ്മൾ കേട്ട് നമ്മളിങ്ങനെ വിശ്വസിച്ചു വരികയും ചെയ്യുന്ന സർവസമ്മതമായ പരമാർത്ഥമാണ്. ആ മഹാന്റെ നേർ ശിഷ്യനും നേരെ അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളുമാണ് ആര്? കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. മൂല്യന്മാർക്ക് അദ്ദേഹവും അപരിചിതനല്ല. മഹാനായ വെളിയങ്കോട് ഉമർ ഖാദിയുടെ കിതാബുകളും റിക്കാർഡുകളും അധികവും പ്രസിദ്ധീകരിച്ചത് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും കവിതകളൊക്കെ ശേഖരിച്ചത് ഇദ്ദേഹം. അതിൽ അദ്ദേഹത്തിന്റെ വക രസകരമായ പലതുമുണ്ട്. ജനകീയനായിരുന്നു അദ്ദേഹം, വഅളിനുമായിരുന്നു. അപ്പൊ ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ വെളിയങ്കോട് ഉമർ ഖാദിയുടെ അറബിയിലുള്ളത് മലയാളത്തിലും ഫിഖ്ഹിലുള്ളത് മലയാളത്തിലൊക്കെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു മഹാനാണ് അദ്ദേഹം. വഅള് പറയുന്ന കൂട്ടത്തില് മഹാനായ ഉമർ ഖാദിയുടെ ഉസൂലുൽ ദബ്ഹ്, അറവന്റെ നിയമങ്ങൾ എന്ന പേരിൽ ഒരു കിതാബുണ്ട്. ആ അറവന്റെ നിയമങ്ങളുടെ കിതാബിന്റെ അനുബന്ധമായി ചേർത്തു കാണാം ഓരോ ഹലാലായ തിന്നൽ ഹലാലായ മൃഗങ്ങളേതൊക്കെ, തിന്നൽ ഹറാമായ മൃഗങ്ങളേതൊക്കെ. തിന്നൽ ഹലാലായ മൃഗങ്ങളെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയാ വിവരിക്കുന്നത്? ആടും മാട് പയ്യും ഒട്ടകം വഹൈലും ബികുദര ബഖറു വഹശിൻ തശാഹറ.
ഹിമാറുല്ലി വഹശി കാട്ടു കൈദാ വദബിയുകും ബികലമാന ദബഉൻ സ്വാഹികത്മാനദാകിറു. തിന്നാൻ പറ്റുന്ന എല്ലാ ജന്തുക്കളും അതിലുണ്ട്. ആട്, മാട്, പയ്യ്, ഒട്ടകം തന്നെ അന്നാമ് മുതൽ കഥമാനും കലമാനും അടക്കമുള്ള എല്ലാ വസ്തുക്കളും. നമ്മളെ മൂല്യന്മാർ അർത്ഥം വെച്ച് വരുന്ന പല അർത്ഥങ്ങളിലെ തെറ്റുകളും അദ്ദേഹത്തിന്റെ തർജ്ജമ നോക്കി കിട്ടും ചെയ്യും. ആ നല്ലൊരു കവിത അദ്ദേഹത്തിന്. ഇത് തിന്നൽ ഹലാലായ വസ്തുക്കളാണ്, തിന്നൽ ഹറാമായ വസ്തുക്കളും അദ്ദേഹം വിവരിക്കുന്നു. ഖിൻസീറു പന്നി കൽബു നായി സുറാഫത്തുൻ ലികൈദപുലി അസദും പുലിന്നംരി ദാകിറാ ബിപുല്ലി പുലി വൽ ഫീലു ആനാ വസബുകും ബിസിംഹം വസിന്നൗറും മെരുൽ പുബ്യാതിറാ. മെരു, നായ, പന്നി തുടങ്ങിയിട്ടുള്ള ഓരോ വരികളും ചൊല്ലിയിട്ട് ഓരോ തിന്നൽ ഹറാമായ വസ്തുക്കളും അദ്ദേഹം വിവരിക്കുന്നു. ഉംദ എന്ന കിതാബ് നമ്മളെ കുട്ടികളൊക്കെ ഓതുമല്ലോ പള്ളി ദർസിൽ. ആ ഉംദ എന്ന കിതാബിലുള്ള അത്തരം ഗൗരവപ്പെട്ട് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ ഇദ്ദേഹം കവിതയാണ്. അതിൽ യുദ്ധോപകരണങ്ങളെ കുറിച്ചുള്ള ഒരു പാട്ടുണ്ട്. അന്നിപ്പോ തിരിയല്ലോ, നമ്മൾ അറബിയിൽ മരുഭൂമിയിൽ കണ്ടുവരുന്ന മനുഷ്യന്മാര് യുദ്ധോപകരണമാക്കി പിടിച്ചാൽ നമുക്ക് കിട്ടുമോ? ഇതാണ് ഇദ്ദേഹത്തിന്റെ വിഷയം. എന്നമായി തന്നെ അറബി കിതാബുകളിലും അറബികളുടെ ഭാഷയിലും വന്ന ജന്തുക്കളുടെ പേര് നമുക്ക് കിട്ടൂല. നമ്മളതൊക്കെ തെറ്റായിട്ടാ മനസ്സിലാക്കുക. പൂച്ചാന്ന് മനസ്സിലാക്കുന്ന സാധനത്തിന്റെ പേര് മെരു നയിക്കുന്നു. ഇങ്ങനെ സാധാരണ വരിക. കാരണം നമ്മൾ നോക്കുന്ന ഏവാൻ കിതാബ് എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ജീവി, അങ്ങനത്തെ ഒരു ജീവി, കുറച്ച് ഇവിടെ മീശുള്ള, കുറച്ചപ്പുറത്ത് വീശുള്ള, കുറച്ച് ഇങ്ങനെ എന്നാ പൂച്ച തന്നെ പറയും. നമ്മള് വേറെ നാട്ടുകാരൻ വേറെ തന്നെ അറിയാം. അറബികള് ഇത് ഏതാണ് പറയാന്ന് തിരിയണം. അത് അവഗാഹം വേണ്ട വിഷയമാണ്. ഇത്തരം വിഷയങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ദുർഗ്രഹത നീക്കി മുതഅല്ലിമീങ്ങൾക്ക് കാര്യം തിരിക്കുന്നതിൽ സേവനം ചെയ്ത മഹാനാണ്. ഓരോ നമ്മളെ മൂല്യന്മാരുടെ വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആലിമീങ്ങൾ അന്ന് എൽമ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന വിഷയം എന്തൊക്കെയാണ് അവർ ഈ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി രചിച്ചത്. ആ രചനയിൽ ചിലതാണ്. അന്നത്തെ യുദ്ധോപകരണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം യുദ്ധോപകരണത്തെ കുറിച്ച് മാത്രമുള്ള ചർച്ച അദ്ദേഹം പരിഭാഷപ്പെടുത്താം. അലസൈഹു വാടും റുംഹ ചവളബ്ലി ഖൗദതി പടത്തൊപ്പി സഹുമുൻ അംബ് ഹുഫും ബിശുഹറതി. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പടത്തൊപ്പികളും. അതേപോലെ ഉശ്ർ സക്കാത്ത് കൊടുക്കേണ്ട വസ്തുക്കളുണ്ട്. 10-1 സക്കാത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ, ധാന്യങ്ങൾ. ആ ധാന്യങ്ങൾ അദ്ദേഹം അഹിഹിമ്മസുൻ കടലക്ക ബാത്തില്ല അവരക്ക വജില്യാനു മുത്താറി വച്ചോളം ബിദുറതി എന്നിങ്ങനെ ധാന്യങ്ങൾ വെച്ച് ഇതാ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ. നമ്മളെ നേർച്ചകളുണ്ട്, വലിയ വലിയ നേർച്ചകൾ, മശായിഖുമാരുടെ മക്കാമിൽ നടക്കുന്ന നേർച്ചകൾ. ആ നേർച്ചകളിൽ നടക്കുന്നതിനെ ചൊല്ലിയിട്ട് അദ്ദേഹത്തിന് ഒരു പതിവുണ്ട്. നടുയേങ്ങി തല രണ്ടും വിരുത്തുള്ള കൂപത്തി ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മുഹല്ലിലി കച്ചണ്ടാവ മുരുസം ഒറ്റ ആലാത്തു ദുർബത്തി കദഫി മലൈബാരും വവൈരും ബിഅറവന ഹലാലുൻ ഹലാലുല്ലാ ഹറാമുൽ ലിസുമ്മതി ഇതു തന്നെ ഹോജൽ ഹൈതമിയു ബിതുഹ്ഫതി ബിബളിച്ചാക്കി മുടുക്കാക്കിയിട്ട് പറഞ്ഞുള്ള ശുദ്ധത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർച്ചകളിൽ നടക്കുന്ന എല്ലാ ഉപകരണങ്ങളും, അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിന്റെ വിധിയും, അതിൽ ഖിലാഫുണ്ടെങ്കിൽ ഖിലാഫും ഇന്നാള് പറഞ്ഞു എന്നും വിവരിച്ചിട്ട് തന്നെ വെയ്ത്ത്. ഇങ്ങനെയുള്ള അതിശയപ്പെട്ട പരോപകാരപ്പെട്ട ധാരാളം രചനകളുള്ള ഒരു മഹാപണ്ഡിതനാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ. ആ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ ഒരു ഖാദിരി ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയാണ്. അദ്ദേഹത്തിനാൽ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുള്ളവരും അദ്ദേഹം സ്ഥാപിച്ച ദിക്റുകൾ തന്നെ നടത്തി വരുന്ന ദിക്റുകൾ നടന്നു വരുന്ന പ്രദേശങ്ങളും മലബാർ ഭാഗത്തും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം വാഴ്ന്നു പോകുന്ന സ്ഥലങ്ങളിൽ ധാരാളമുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ബഹുമാനപ്പെട്ട കുതുബിയത്ത് എന്ന സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ ശൈഖ് തങ്ങൾ അവർകളെ മദ്ഹ് ചെയ്തുകൊണ്ടുള്ള ഖസീദ ശരിയായ രീതിയിൽ നടത്താൻ വേണ്ട ആമുഖവും അനുബന്ധവും ചേർത്തുകൊണ്ട് അത് വികസിപ്പിച്ചിട്ട് ജനകീയമായ ഒരു ആചാര രീതിയാക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ നാടുകളിൽ നിന്ന് അച്ചടിച്ചു വരുന്ന സാധാരണ കോപ്പി. അതിലും വ്യത്യാസം വരും. ഇപ്പൊ ഉദാഹരണം, നമ്മുടെ തങ്ങളിതാ ജൈനുലാബിദ്ദീൻ തങ്ങളവറുകൾ, നമ്മൾ ജൈനുലാബിദ്ദീൻ തങ്ങളവറുടെ ഉപ്പാപ്പ ഇങ്ങനെ ഖാദിരി ത്വരീഖത്തുൽ ശൈഖാണ്. അവരുടെ ഉപ്പാപ്പ കുതുബിയത്ത് പ്രത്യേകമായി നടത്തുന്ന മഹാനുമാണ്.
മഹാനൻ നടത്തുന്ന കുത്തുബിയത്തിന്റെ സദസ്സിൽ ശൈഖ് തങ്ങൾ അവർകൾ നേരിട്ട് ഹാജരായിക്കൊണ്ട് തന്നെ തന്റെ മകന്റെ കാര്യത്തിൽ ഉപകാരം ചെയ്ത കഥ വരെ അനുഭവസ്ഥർ പറയുന്നുണ്ട്. അന്ന് ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞപ്പോ അടുത്ത് കഴിഞ്ഞു പോയവരാണ്ടൊക്കെ തങ്ങള് നേരെ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവരുടെ നേരെ ഇജാസത്ത് ഉപ്പാപ്പയിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുള്ളവരാണ്. എന്റെ ബഹുബന്ധരായ ഷെയ്ഖ് കുത്തുബിയത്തിൽ എനിക്ക് പ്രത്യേകം ഇജാസത്ത് തന്ന ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ അവർകൾ നമ്മളെ തങ്ങളെ വാപ്പ, നമ്മളെ വലിയ അങ്ങൾ എന്ന് പറയുന്ന നമ്മളെ സൈനുലാബിദ്ദീൻ തങ്ങളുടെ പാപ്പ. ആ ബാപ്പയുടെ സാധാരണയുള്ള കുത്തുബിയത്താണെങ്കിൽ ഇങ്ങനെയല്ല മുഖം. മങ്കൂസ് മൗലൂദ് തലക്ക് ഓതണം എന്നാ എന്റെ നിർദ്ദേശം. അല്ല ഞങ്ങളെ മങ്കൂസ് മൗലൂദ് പ്രത്യേകം ഓതണം. അതാണെങ്കിൽ പോരാനു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി എന്നൊക്കെ പറഞ്ഞ് ഇത് ദുഃഖരെടുക്കത്ത് കുത്തുബിയത്തിന് പോയിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാലോ. അതാണ് ആ കുത്തുബിയത്തിന്റെ പ്രത്യേകത. നമ്മൾ എവിടെയെങ്കിലും സ്ഥാപിക്കുന്ന മാതിരിയല്ല. മലബാറിൽ അറിയപ്പെട്ട ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ അഭിബന്ധരായ ശൈഖ് താജുൽ ഉലമ വണ്ടൂരിൽ വഫാത്തായ താജുൽ ഉലമ അവർ പറയാറുള്ളത് ഏഴിമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ ഇളകുന്ന ഏത് പിശാച്ചു അറിയുന്ന. ഏഴുമലത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാച്ച് അറിയുന്നവർ. ഏഴുമലത്തങ്ങൾ പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിശാച്ച് പോകുന്നത്. അങ്ങനെ പ്രസിദ്ധരാണ് ബഹുമാനപ്പെട്ട തങ്ങളബുകളുടെ ഉപ്പാപ്പ ഏഴുമലത്തങ്ങൾ. അവർ നേരെ തന്റെ മക്കളിൽ ഇജാസത്ത് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ബാപ്പ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങളവർക്ക് മാത്രമാണ്. അവരിൽ നിന്നാണ് മറ്റു മക്കളൊക്കെ അവരുടെ മക്കൾ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവരുടെ കുതുബിയത്താണ് അവിടെ നടക്കുക. അതിൽ കിടക്കുന്നത് തലക്ക് വേറെയാണല്ലോ മങ്കൂസ് മൗലൂദ് എന്ന് മാത്രമല്ല, വിളിക്കുന്നതിന്റെ മുൻപ് ചെല്ലാനുള്ള വരികളും ചില പ്രത്യേക പദ്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ വരികളുണ്ട്. അപ്പൊ ഇതൊക്കെ നൽകുന്ന ഖാദിരി ത്വരീഖത്തിലെ ശൈഖുമാർ അവരുമായി ബന്ധപ്പെട്ടിട്ട് കുതുബിയത്ത് എന്ന ശൈഖ് തങ്ങൾ അവരുടെ മദ്ഹിനിൽ രചിക്കപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഖസീദ, അതാണ് കുതുബിയ. ആ കുതുബിയത്ത് എന്ന ഖസീദ ചൊല്ലി വരുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികളും ആദാബുകളും മര്യാദകളും എന്ന രീതിയിൽ ഫലപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട അനുബന്ധങ്ങളും ആമുഖങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന കുതുബിയത്തുകളുള്ളത്. ഇതും ആവട്ടെ കുതുബിയത്തിലെ ഈ ആമുഖങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം മുസ്ലിയാർ എന്ന് പറഞ്ഞവർ തങ്ങളവர்களுടേത് പിന്നെ വേറൊന്നുമില്ല, മങ്കൂസ് മൗലൂദല്ലേ. അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മങ്കൂസ് മൗലൂദ് നമ്മൾ ഇതുപോലെ നേർക്കുനേർ നടത്തിയിട്ട് വിഷയവും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ മൗലൂദ് കൂട്ടിയാൽ മതി. ബാക്കിയൊക്കെ കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരുടേതാണ്. ഫംറ് എന്നൊക്കെ പറഞ്ഞാലും മദ്ഹബ് പറഞ്ഞാലും അതിലെന്തൊക്കെ പേരുണ്ടെങ്കിൽ ആ പേരുകളൊക്കെ ചേർത്ത ആള് ബഹുമാനപ്പെട്ട കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരാണ്. അദ്ദേഹം ചെറിയ ആളല്ല, വലിയ ആളാണെന്ന് പറയാനാണ് പുതിയ തലമുറക്കറിയാത്ത അദ്ദേഹത്തിന്റെ രചനകളും കവിതകളും ഞാനൊരൽപ്പം ഉണർത്തിയത്. എന്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കുക, ഈ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ നടത്തി വന്നതും രചിച്ചു തന്നതുമായ കുതുബിയത്തും അനുബന്ധങ്ങളും ആമുഖങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ കുതുബിയത്ത് എന്ന പേരിലുള്ളത്. അതിൽ നിഷിദ്ധത ഹറാം എന്ന് പറയാൻ ഒന്നും വരാനില്ല. നമുക്ക് തിരിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് തിരിയില്ലെങ്കിൽ വേറെ ആളുകൾക്ക് തിരിയുമെന്ന് മനസ്സിലാക്കിയാൽ മതി. ആലിമീങ്ങൾ, വലിയ വലിയ ആലിമീങ്ങൾ ഇതേ കുതുബിയത്ത്, ആ കുതുബിയത്തിന്റെ ഇന്നുള്ള ആമുഖത്തിലെ ഒരു ഹർഫും വിടാതെ വണ്ടൂരിലെ അഭിമന്യരായ എന്റെ ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ സദഖത്തുല്ലാ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയല്ലോ, മഹാനായ സദഖത്തുല്ലാ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇരു ലോകത്തും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പാനമാങ്കുളൂരിൽ അവരെ പറയേണ്ട. പാനമാങ്കുളൂരിൽ അവരുടെ സ്മാരകമായിട്ടിതാ ഇവിടെ ബിൽഡിങ്ങും മദ്രസയും പള്ളിയും ദർസും ഇവിടുത്തെ മദ്രസയും ഒക്കെ മഹാനരുടെ അതേ ആശയത്തിലും മഹാനരുടെ അതേ ശിക്ഷണത്തിലുമാണ് നടന്നു വരുന്നത്. അത് ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ നാടിന് ഈ ഭാഗങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹവുമാണ് എന്നാണ് നാട്ടുകാരും മനസ്സിലാക്കുന്നത്, ഞങ്ങളും മനസ്സിലാക്കുന്നത്. അല്ലാഹു ആ ബന്ധം ഈ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും മഹാനരുമായും മഹാനരുടെ മശായിഖുമാരുമായും നൽകട്ടെ. ഈ നാട്ടുകാരോട് പ്രത്യേക ഒരു കനിവും അദ്ദേഹത്തിനുണ്ട്. ആ കനിവ് മഹ്ശറിലും അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് അല്ലാഹു തആല മഹാനരിൽ നിന്ന് ലഭ്യമാക്കുമാറാവട്ടെ. ആ മഹാൻ ഈ കുതുബിയത്തിന്റെ എല്ലാ വരികളും എല്ലാ പേരും അതിന്റെ ജിന്നുകളെയും ഹാദിമീങ്ങളെയും പേരടക്കമാണ് മഹാനവറുകൾ കുതുബിയത്ത് കഴിക്കാറുള്ളത്. ഭക്ഷണമുണ്ടാക്കി ആ കുതുബിയത്ത് മഹാന് സ്വന്തം വീട്ടിൽ വെച്ച് നടത്തിയിരുന്നു. വീട്ടിൽ അസൗകര്യമായപ്പോ പിന്നെ പള്ളിയിൽ വെച്ച് നടത്തിയിരുന്നു. അതും ചില മശായിഖുമാരുടെ നിർദ്ദേശപ്രകാരം ശൈഖുനാവറുകൾ നടത്തിപ്പോന്നിരുന്നതാണ് കുതുബിയത്ത്. വർഷാന്ത് നടത്തിയിരുന്ന കുതുബിയത്ത് 1000 വട്ടം പഠിക്കട്ടെ എന്ന് നിർദ്ദേശമുള്ള ഭാഗമെത്തുമ്പോ
മശായിഖ്മാരുടെ നിർദ്ദേശപ്രകാരം 12 റക്അത്ത് നിസ്കാരം അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ നമസ്കാരം നിർവഹിച്ച ശേഷം 1000 വട്ടം അതത് ഷെയ്ഖുമാര് എങ്ങനെയാണോ നിർദ്ദേശിക്കുന്നതെങ്കിൽ ആ നിർദ്ദേശിക്കുന്ന പേരുകൾ കൊണ്ട് വിളിക്കും. ഓരോ മശായിഖുമാർക്കും ഓരോരോ അദബുണ്ടാവും, ഓരോരോ പരമ്പരാഗതമായി ലഭ്യമായിട്ടുള്ള വാക്കുണ്ടാവും. ആ വാക്കുകൊണ്ട് വിളിക്കും. ഇങ്ങനെ വിളിക്കുന്നു എന്നതിനപ്പുറം ഖുതുബിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അരോചകമായി തോന്നാൻ, ഇഷ്ടപ്പെടാത്തതായി തോന്നാൻ ഒന്നുമില്ല. അരുതാത്തതായും നിഷിദ്ധമായിട്ടും അതിലുണ്ടാകാൻ ഇടയുമില്ല. കാരണം നിഷിദ്ധമായതെന്ത്, ഹലാലെന്ത്, ശറയിൽ ദിക്റുകൾ എങ്ങനെ, ഏതെല്ലാം ഫലപ്രദമാകും, ശിർക്ക്, ബിദ്അത്ത് എന്നൊക്കെ തികച്ചും അറിയുന്നവരും എല്ലാ അർത്ഥത്തിലും ഭക്തന്മാരായി ജീവിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തു തന്നെ അനുകരിച്ചുകൊണ്ട് ജീവിക്കാൻ, വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരത്തിലും സംസ്കാരങ്ങളിലും എല്ലാം സുന്നിയായി നബിയുടെ സുന്നത്തിനെ അനുകരിച്ചും അതിനെ ബന്ധപ്പെടുത്തിയും മാത്രം ജീവിക്കാൻ വളരെ ശ്രദ്ധിച്ചിരുന്ന മഹത്തുക്കളും ഔലിയാക്കളുമായിട്ടുള്ള ആളുകളാണ് ഇന്നും ഇതൊക്കെ നടത്തി വന്നതും പരിചയിപ്പിച്ചു തന്നതും ഇപ്പോഴും അത് നടത്താൻ ഓരോ നാട്ടിലും പ്രത്യേകം ഉപദേശം നൽകിയിട്ടുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ തന്നെ അത് നമുക്കൊരു അപകടം വരുന്നതല്ല, നേട്ടം വരുന്നതാണെന്നും ഇതിന്റെ രചന പണ്ഡിതനായ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി നടത്തിയത് മാറാരോഗങ്ങളിൽ നിന്നും കാരണം തിരിയാത്ത വ്യാപകമായ ദുഷ്ഫലങ്ങൾ ഉളവാക്കുന്ന രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതിനുള്ള ആത്മീയ മുറയായിക്കൊണ്ടാണ് എന്നും മനസ്സിലാക്കിയാൽ നമുക്കിതിൽ യാതൊരു പന്തികേടും തോന്നേണ്ടതുമില്ല. റാത്തീബുകൾ എന്ന പേരിലുള്ളവ പല പേരിലുള്ള റാത്തീബുകളുണ്ട്. അതിന്റെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ സംശയമുള്ള ആളുകൾക്ക് ചോദിച്ചു പഠിക്കാനും ഇനിയും തുടർ വായനക്കും പഠനത്തിനുമൊക്കെ അവസരം നൽകാനും ആമുഖമാക്കാം എന്ന നിലക്ക് മാത്രം ചെറിയ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലേ ഇതുപോലത്തെ പരിപാടികളിൽ കഴിയുള്ളൂ. അതിന്റെ അടിസ്ഥാനം പറയാം. റാത്തീബ് എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്ക് എന്താ എന്ന് വിചാരിക്കണ്ട. അതെന്താണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ അടിസ്ഥാനം എങ്ങനെയാണെന്ന് തിരിഞ്ഞാൽ ഈ സംഗതി മനസ്സിലാവും. ഓരോ റാത്തീബുകൾ ഉണ്ടാവും, ഇനിയും റാത്തീബുകൾ ഉണ്ടാകാം. ഇതുവരെ ഉണ്ടായതല്ല, ഇനിയും റാത്തീബ് ഉണ്ടാവാം. അത് മനസ്സിലാവും. അപ്പോ ഇതുവരെ